നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. അന്നമനടയിൽ ചത്ത തെരുവുനായയ്ക്ക് പേവിഷബാധ. പഞ്ചായത്തിലെ 66 തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. അനധികൃതമായി മദ്യവിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലൻ അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി പൊയ്യക്കാരൻ വേലായുധനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ഗാന്ധി സ്മരണയിൽ രാജ്യം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അദ്ദേഹം അഹിംസയെയാണ് സമരായുധമാക്കിയത്. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും സേവന പ്രവർത്തനങ്ങൾ നടത്തി. ഗാന്ധി പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ എറണാകുളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറുമശ്ശേരി സർക്കാർ UP സ്കൂളിൽ സേവന ദിനമായി ആചരിച്ചു. സ്കൂൾ പരിസരം വൃത്തിയാക്കിയ സൈനിക കൂട്ടായ്മ സ്കൂളിൽ പൂന്തോട്ടവും സജ്ജമാക്കി. തുടർന്ന് നടന്ന യോഗം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PP ജോയ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക EK പാർവതി, ജോബി വർഗീസ്, സോമരാജൻ, സീനിയർ അധ്യാപകൻ ഋഷികേശ് വർഗീസ്, PTA പ്രസിഡന്റ് MS ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വ്യക്തി ശുചിത്വം പോലെ പ്രധാനമാണ് പൊതുയിടങ്ങളിലെ ശുചിത്വം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ശുചീകരണം നടത്തിയത്. മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി അലോഷ്യസ് സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ പങ്കാളികളായി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം മഹാത്മജിയുടെ ഇഷ്ടപ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു. മഹാത്മജിയുടെ ലഘുജീവചരിത്രം സദസ്സിൽ വായിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലി. വക്കച്ചൻ അമ്പുക്കൻ, സോയ് കോലഞ്ചേരി, KK രവി നമ്പൂതിരി, MA ജോജോ, സാബു കൈതാരൻ, ബൂത്ത് പ്രസിഡന്റ് ജിജോ, സാനി ചക്കാലക്കൽ, KR പ്രേമ, ജയശ്രീ ശിവരാമൻ, ഷീല ജോസ്, ഷൈനി റാഫേൽ, PD ഷിബു, സന്തോഷ് അത്തപ്പിള്ളി, ബൈജു കണ്ടപ്പശ്ശേരി, CL പിൻഡോ, PS മധു, സുമേഷ് വാളൂർ, സെബു ജോസഫ്, അബ്ദുൽ കരീം മഞ്ഞളിവളപ്പിൽ, ജോയ് ജോൺ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അന്നമനട കീഴടൂർ കാവൽപുര ഭാഗത്ത് പ്രദേശവാസിയെയും മറ്റ് നായകളെയും പശുവിനെയും കടിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിലാക്കിയ തെരുവുനായയ്ക്ക് പേവിഷബാധ. മുൻകരുതലിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന 66 നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. കഴിഞ്ഞ 28-നാണ് പ്രദേശവാസിക്കും തെരുവുനായകൾക്കും പശുവിനും കടിയേറ്റിരുന്നത്. നാട്ടിൽ പരിഭ്രാന്തി പരത്തിയ നായയെ കീഴടൂർ കാവൽപുര ഭാഗത്തു നിന്നും തളിക്കുളത്തു നിന്നും എത്തിയ അനിമൽ സ്ക്വാഡാണ് പിടികൂടിയത്. പിടികൂടിയ നായയെ നിരീക്ഷണത്തിലാക്കാൻ മറ്റ് സൗകര്യങ്ങളില്ലാത്ത വന്നതോടെ വാർഡ് മെമ്പർ CK ഷിജുവിന്റെ വീട്ടിലെ കൂട്ടിലാണ് നിരീക്ഷണത്തിൽ ആക്കിയിരുന്നത്. കൂട്ടിലിട്ടിരുന്ന തെരുവുനായ ഞായറാഴ്ച ചത്തു. തുടർന്ന് മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കടിയേറ്റ ആൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. കടിയേറ്റ പശുവിനെയും വാക്സിനേഷൻ നൽകിയ ശേഷം നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. വിഷബാധ സ്ഥിരീകരിച്ച നായ അതിന്റെ 3 കുഞ്ഞുങ്ങളെയും സമീപവാസിയുടെ 2 പൂച്ചകളെയും കടിച്ചു കൊന്ന ശേഷമാണ് പ്രദേശവാസിയെ കടിച്ചത്. തെരുവ് നായകൾക്ക് പുറമെ വീടുകളിൽ കൂട്ടിലിട്ടിരുന്ന ലാബ്ഡോർ ഇനത്തിൽപ്പെട്ട നായയെയും കടിച്ചിരുന്നു. നായ നാട്ടിൽ വലിയ തോതിൽ പരിഭ്രാന്തി പരത്തിയതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തളിക്കുളത്തെ അനിമൽ സ്ക്വാഡിനെ വിവരമറിയിക്കുകയും നായയെ പിടികൂടുകയുമായിരുന്നു. പേവിഷബാധ സ്ഥിരീകരിച്ച കാര്യം വെറ്റിനറി ആശുപത്രി അധികൃതർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് തെരുവുനായ പരിഭ്രാന്തി പരത്തിയ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും മേഖലയിലെ തെരുവുനായകളെ പിടികൂടി വാക്സിനേഷനും നൽകി. 66 നായകൾക്കാണ് വാക്സിനേഷൻ നൽകിയിട്ടുള്ളത്. കടിയേറ്റ മറ്റു നായ്ക്കളെ നിരീക്ഷിക്കണമെന്നും അവയെ മനുഷ്യനുമായി സമ്പർക്കമില്ലാത്ത വിധം കൂട്ടിലടച്ചിടുകയോ കെട്ടിയിടുകയോ ചെയ്യണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായാണ് വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന 66 നായ്ക്കളെ അനിമൽ സ്ക്വാഡ് എത്തി പിടികൂടിയ ശേഷം മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ വാക്സിനേഷൻ നൽകിയത്.
നിരവധി യാത്രക്കാരും ജനങ്ങളും വന്നു പോകുന്ന അന്നമനട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീതി പരത്തി ഒട്ടേറെ നായ്ക്കൾ അലഞ്ഞു നടക്കുന്നതായും ആക്ഷേപമുണ്ട്. മീഡിയ ടൈം, മാള. അനധികൃതമായി മദ്യവിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലൻ അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി പൊയ്യക്കാരൻ വീട്ടിൽ വേലായുധനാണ് അറസ്റ്റിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കാഞ്ഞിരപ്പള്ളിയിലെ വീടിന് മുന്നിൽ മദ്യം വിൽപ്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. മദ്യക്കുപ്പികൾ സഞ്ചിയിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. പ്രതിയുടെ വീട്ടുപറമ്പിലെ കോഴിക്കൂടിനടിയിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന 1/2 ലിറ്ററിന്റെ 24 കുപ്പി വിദേശ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം കൊമ്പിടിഞ്ഞാമാക്കലിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി തിലകൻ, നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ KM ശങ്കരമുരുകൻ, സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് KK സുനിൽ ബിന്ദു, KA ജയപ്രകാശ്, രാജേശ്വരി അരുൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പറവൂർ കേടാമംഗലം പപ്പുക്കുട്ടി സീനിയർ സിറ്റിസൺ ഫോറം വാർഷികവും ലോക വയോജന ദിനാഘോഷവും നടത്തി. NM പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് ജോസ് വിധേയത്തിൽ അധ്യക്ഷനായി. ഡോക്ടർ രാജു ആന്റണി ആരോഗ്യശാസ്ത്ര പ്രഭാഷണം നടത്തി. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി PD സുബ്രഹ്മണ്യൻ, കൗൺസിലർ ജെസി രാജു, കവിത, ഗ്രൂപ്പ് MD KO വർഗീസ്, TA ഷാജി, അജിത ഗോപാലൻ, KC ബേബി എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. തുടർന്ന് കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധി സ്മരണയിൽ രാജ്യം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. അന്നമനടയിൽ ചത്ത തെരുവുനായയ്ക്ക് പേവിഷബാധ. പഞ്ചായത്തിലെ 66 തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. അനധികൃതമായി മദ്യവിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലൻ അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി പൊയ്യക്കാരൻ വേലായുധനാണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.